ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ യുവേഫ യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കാൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാമിന് കഴിഞ്ഞിരുന്നു. വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കിരീടം അവർ സ്വന്തമാക്കുന്നത്. അതിൽ നിർണായക പങ്ക് വഹിച്ചത് മറ്റാരുമല്ല, അർജന്റീൻ സൂപ്പർ താരമായ ക്രിസ്ത്യൻ റൊമേറോയാണ്. സെന്റർ ബാക്ക് പൊസിഷനിൽ അടിയുറച്ചു നിൽക്കുന്ന റൊമേറോയുടെ സാന്നിധ്യം തന്നെയാണ് ടോട്ടൻഹാമിനെ ഈ ഒരു കിരീടത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാൽ റൊമേറോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകൾ ഇപ്പോൾ സജീവമാണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും വലിയ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്നും താല്പര്യങ്ങൾ ഉയരുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വലിയ താല്പര്യമുള്ള താരമാണ് ക്രിസ്ത്യൻ റൊമേറോ. നേരത്തെ ഈ അർജന്റീൻ താരത്തിൽ റയൽ മാഡ്രിഡും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. സ്പെയിനിൽ കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം റൊമേറോ തന്നെ ഈയിടെ തുറന്നു പറഞ്ഞിരുന്നു. ഈ സമ്മറിൽ അദ്ദേഹം ക്ലബ്ബ് വിടാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ താരത്തിന്റെ കാര്യത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ ടോട്ടൻഹാമിന്റെ ചെയർമാനായ ഡാനിയൽ ലെവി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പരമാവധി ക്രിസ്ത്യൻ റൊമേറോയെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഫാബ്രിസിയോ റൊമാനോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് യൂറോപ്പ ലീഗ് നേടിയതോടുകൂടി അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കാൻ ഇപ്പോൾ ടോട്ടൻഹാമിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൊമേറോയെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഇപ്പോൾ അവരുടെ ചെയർമാനായ ഡാനിയൽ ലെവി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി അദ്ദേഹത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് 2 വർഷത്തോടു കൂടി അവസാനിക്കും എന്നുള്ളതാണ്. ഈ കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. അതിനർത്ഥം ക്രിസ്ത്യൻ റൊമേറോക്ക് ക്ലബ്ബ് വിട്ട് പുറത്തു പോവാൻ തന്നെയാണ് ആഗ്രഹം എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് മറ്റുള്ള ക്ലബ്ബുകൾക്ക് എളുപ്പമാവില്ല. ഇനിയിപ്പോൾ ഡാനിയൽ ലെവി അദ്ദേഹത്തെ കൈവിടാൻ തീരുമാനിച്ചാലും വലിയ ഒരു തുക തന്നെ ടോട്ടൻഹാം ആവശ്യപ്പെട്ടേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.